Good afternoon. We begin our computer architecture session. In the first module, we are going to discuss about the introduction to parallel processing. You all know what is parallel processing. What is parallel processing? Multiple processes are executed or worked together within a computer system. ഇപ്പോൾ പാരലൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലലായിട്ട് ഒന്നിൽ കൂടുതൽ മോർ ദാൻ വൺ പ്രോസസ്സസ് ഓർ ജോബ്സ് ആർ ബീയിങ് എക്സിക്യൂട്ടഡ് അല്ലേ. അപ്പോൾ അതിന് ചിലപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് യൂണി പ്രൊസസ്സർ ആർക്കിടെക്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ മൾട്ടി പ്രൊസസ്സർ ആർക്കിടെക്ചർ ആയിരിക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർക്കിടെക്ചർ ഉണ്ട് ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദി നെക്സ്റ്റ് സെഷൻസ്. Okay, so before that you have done your assignments for on the topic evolution of computer system. On that topic you are thorough with what are the different generations of computers, that is first generation computer, second generation, third and fourth, and the future era. Okay, so now we discuss the parallelism, how we can apply parallelism in a uniprocessor system. ഓക്കെ, യൂണിപ്രൊസസ്സർ സിസ്റ്റത്തിൽ എങ്ങനെയാണ് പാരലലിസം ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു ഡിസ്കസ് ദ പാരലൽ കമ്പ്യൂട്ടർ സ്ട്രക്ചേഴ്സ്, ദെൻ ആർക്കിടെക്ചറൽ ക്ലാസിഫിക്കേഷൻ സ്കീംസ് ആൻഡ് പാരലൽ പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻസ്. Okay, so before going to that, first we see what is parallel processing. What is parallel processing? Parallel processing is a method to improve the computer system performance by executing two or more instructions simultaneously. Parallel processing എന്തിനാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? In order to improve the performance of the system. How it can be achieved? By executing two or more instructions simultaneously. Okay, the system may have two or more ALUs to be able to execute two or more instructions at the time. The system may have two or more processors operating concurrently. അപ്പോൾ പാരലൽ സിസ്റ്റം അച്ചീവ് ചെയ്യാൻ വേണ്ടി വി ഹാവ് ഒരു സിസ്റ്റത്തിൽ തന്നെ more than one ALU, or as you all know, ALU is arithmetic and logic unit, which are involved in arithmetical and logical calculations. Okay, so for improving the system performance, we introduced parallel processing. In order to achieve parallel processing, we are dealing with system with two or more ALUs or a system with two or more processors operating concurrently. Then, as I told earlier, what is the purpose of the parallel processing? In order to speed up the computer processing capability and to increase the throughput. What is the throughput? The number of instructions completed per unit time. എത്ര ഇൻസ്ട്രക്ഷൻസ് ഒരു പെർട്ടിക്കുലർ ടൈം ഇൻ്റർവെൽസിൽ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ അതാണ് ത്രൂപുട്ട്. ഓക്കെ, അപ്പോൾ പാരലൽ പ്രോസസ്സിങ്ങിൻ്റെ നമ്മുടെ ഡെയിലി ലൈഫ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും പാരലൽ പ്രോസസ്സിങ് ചെയ്യുന്നവരാണ് അല്ലേ. അതായത് ടി വി കണ്ടുകൊണ്ട് അസൈൻമെൻറ്റ് എഴുതും, അല്ലെങ്കിൽ നോട്ട്സ് എഴുതും, അല്ലെങ്കിൽ പഠിക്കും, അതോടുകൂടെ തന്നെ എന്തും ചെയ്യുന്നുണ്ടായിരിക്കും, ഭക്ഷണവും കഴിക്കുന്നുണ്ടാവും. അപ്പോൾ ദാറ്റ് ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ പാരലൽ പ്രോസസ്സിങ്. എ സിംഗിൾ പേഴ്സൺ ഇസ് ഇൻവോൾവ്ഡ് ഇൻ മോർ ദാൻ വൺ പ്രോസസ് സൈമിൾട്ടേനിയസ്ലി അല്ലേ. അതേപോലെ തന്നെയാണ് കമ്പ്യൂട്ടറിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എ സിംഗിൾ കമ്പ്യൂട്ടർ ക്യാൻ എക്സിക്യൂട്ട് ടു ഓർ മോർ ഇൻസ്ട്രക്ഷൻസ് സൈമിൾട്ടേനിയസ്ലി. So by achieving parallel processing, we can increase the speed of the computer processing and also thereby we can increase the throughput. Okay, so a simple architecture, that is a processor with multiple functional units. അതായത് പാരലൽ പ്രോസസ്സിംഗ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊസസ്സർ ആണെന്നുണ്ടെങ്കിൽ ആ പ്രൊസസ്സറിനകത്ത് ഡിഫറെൻറ്റ് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഫങ്ഷണൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ സബ്ട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ALUവിനെ തന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്.
ഓക്കെ, മറ്റൊരു സിംഗിൾ ALU ഉണ്ടായിരിക്കും. ആ ALU തന്നെ ഇപ്പോൾ ഒരാൾ ആഡ് ചെയ്യുമ്പോൾ വേറൊരു ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു അഡീഷനാണ്, അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അഡീഷൻ കഴിഞ്ഞിട്ട് വേണം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഇതിനെ ഡിഫറെൻറ്റ് ഫങ്ഷണൽ യൂണിറ്റ്സ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ആഡർ, സബ്ട്രാക്ടർ, അഡീഷൻ സബ്ട്രാക്ഷൻ അവർ നോക്കിക്കോളും. ഇൻറ്റിജർ, മൾട്ടിപ്ലൈ, ഇൻറ്റിജേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി വേറൊരു ഫങ്ഷണൽ യൂണിറ്റ്. ദെൻ ലോജിക്കൽ ഓപ്പറേഷൻസ് ആണെങ്കിൽ ഫോർ ദാറ്റ് വി ഹാവ് ലോജിക് യൂണിറ്റ്. ഷിഫ്റ്റ് ഓപ്പറേഷൻസ് നിങ്ങൾ ലോജിക് ഡിസൈൻ ലാബ് ഇതിൽ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലോജിക് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആൻഡ് കമ്പാരിസൺസ് അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻ, ആൻഡ് ഓർ നോട്ട് അങ്ങനെ പറയുന്ന ഓപ്പറേഷൻസിനെയാണ് നമ്മൾ ലോജിക്കൽ എന്ന് പറയുക. അതുപോലെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ലോജിക്കൽ ഷിഫ്റ്റും ഉണ്ട്, അരിത്തമെറ്റിക് ഷിഫ്റ്റും ഉണ്ട്. ദെൻ ഇൻക്രിമെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആഡ് 1 അല്ലേ, അല്ലാതെ A+B എന്ന് പറയുന്ന അഡീഷൻ അല്ല ഇൻക്രിമെൻറ്റിൽ വരിക. A = A+1. ദെൻ അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ്, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് അഡീഷൻ സബ്ട്രാക്ഷൻ, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് മൾട്ടിപ്ലിക്കേഷൻ, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ഡിവിഷൻ. അപ്പോൾ ഇങ്ങനെ ഫങ്ഷണൽ യൂണിറ്റ്സിനെ ഡിഫറെൻറ്റ് ഇതായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാരലൽ പ്രോസസ്സിങ് അച്ചീവ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. ഓക്കെ, then next we discuss parallel processing in uniprocessor systems. Uniprocessor system എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there we have only a single processor. Okay, using a single processor, how we can achieve parallel processing? A uniprocessor, that is one CPU system, can perform 2 or more tasks simultaneously. So that is why it is possible to achieve parallelism with a uniprocessor system. അതിനൊരു എക്സാമ്പിൾ ആണ് ഇൻസ്ട്രക്ഷൻ പൈപ്പ്ലൈൻ. An instruction pipeline reads the instruction from the memory while the previous instructions are being executed in other segments of the pipeline. Thus, we can execute multiple instructions simultaneously. അതായത് ഇവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നോർമലി നമ്മൾ പറയുക ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ആ ഫ്രീ ഫ്രം CPU ആണ്. ഓക്കെ, അതിന് നമ്മൾ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രൊസസ്സർ ഉണ്ടായിരിക്കും. ആ പ്രൊസസ്സറിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു പൈപ്പ് ലൈൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിൽ പറയുന്നത് എന്താണ്, ആൻ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ റീഡ്സ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദ മെമ്മറി. അതായത് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ഏതാണോ ആ ഇൻസ്ട്രക്ഷൻ റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം previously read instructions are being executed in other segments of the pipeline. Clear ആയോ? So thus we can execute multiple instructions simultaneously. Okay, similarly എന്താണ്, if the system processes 2 different instructions simultaneously, can it be considered as parallel? അതായത് ഇപ്പോൾ ഒരു സിസ്റ്റം ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ഓൺ ദ സെയിം ഇൻസ്ട്രക്ഷനിൽ, ഒരു ഇൻസ്ട്രക്ഷനിൽ തന്നെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് പാരലൽ പ്രോസസ്സിംഗ് എന്ന് പറയാൻ പറ്റില്ല. അതായത് അവിടെ റീഡ് ചെയ്തിരിക്കുന്നത് സിംഗിൾ ഇൻസ്ട്രക്ഷനാണ്. ഓക്കെ, അപ്പോൾ ആ സിംഗിൾ ഇൻസ്ട്രക്ഷനകത്ത് തന്നെ ഒന്നിൽ കൂടുതൽ ഓപ്പറേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് പാരലൽ പ്രോസസ്സിംഗ് എന്ന് പറയാൻ പറ്റില്ല. പാരലൽ പ്രോസസ്സിംഗ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കണം, അതായത് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് സൈമിൾട്ടേനിയസ്ലി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, സോ നെക്സ്റ്റ് വി ഹാവ് ദ ബേസിക് യൂണിപ്രൊസസ്സർ ആർക്കിടെക്ചർ. അതായത് നോർമലി നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ ആർക്കിടെക്ചർ ഏതൊക്കെയാണ്, ഡിഫറെൻറ്റ് പാർട്സ് വരിക. കമ്പ്യൂട്ടറിനകത്ത് ഒരു മെമ്മറി ഉണ്ടായിരിക്കും, ഒരു CPU ഉണ്ടായിരിക്കും, ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് സബ് സിസ്റ്റം ഉണ്ടാവും അല്ലേ. നോർമലി നമ്മളുടെ ഒരു യൂണിപ്രൊസസ്സർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് കൺസിസ്റ്റ് ഓഫ് 3 മേജർ കോമ്പണൻറ്റ്സ്. വാട്ട് ആർ ദേ? ഇറ്റ് ഹാസ് എ മെയിൻ മെമ്മറി, it has the central processing unit and
it has an input-output subsystem. Okay, then what all the things that central processing unit consists of? The central processing unit consists of set of general purpose registers along with the PC or the program counter. Program counter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is a special purpose register. That is സി പി യുവിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻസിനെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി, അതായത് മെമ്മറിയിൽ നിന്ന് എടുത്ത് അത് കഴിഞ്ഞ് പിന്നെ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്ത് തിരിച്ച് മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുക. ഇതാണ് മെയിനായിട്ട് അവിടെ ഒരു കാൽക്കുലേഷൻ നടന്നു കഴിഞ്ഞാൽ ചെയ്യുന്നത്. പക്ഷെ അതിനിടയ്ക്ക് ആ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസിനെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ചില രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യും. അപ്പോൾ മെയിൻലി ഈ രജിസ്റ്റേഴ്സിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സും സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സും. ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യണമെന്നുള്ളത് എന്താണ്, അങ്ങനെ പ്രത്യേകം ഒരു ഡ്യൂട്ടി ഇല്ല, എന്തും അതിനകത്ത് ചെയ്യാൻ പറ്റും. പക്ഷേ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനും യൂസ് ചെയ്യാൻ പറ്റും. ഐ മീൻ ആ ഒരു എന്ത് പർപ്പസാണോ അതിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു പർപ്പസ് മാത്രമാണ് അതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഓരോ സബ്ജക്റ്റിനും ഓരോ നോട്ട് ബുക്സ് ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമലി എന്ത് ചെയ്യും, ആ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്സ് മാത്രമാണ് അതാത് നോട്ട് ബുക്സിനകത്ത് എഴുതുക, അല്ലേ? ഇപ്പോൾ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിന് ഒരെണ്ണം ഉണ്ട്, മെഷീൻ ലേണിങ്ങിന് ഒരെണ്ണം ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേറെ നോട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുമായിട്ട് ഓരോ നോട്ടിലും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് എഴുതുക. നേരെ മറിച്ച് യു ഓൾ ആർ ഹാവിങ് എ റഫ് ബുക്ക്. ഓക്കെ, അപ്പോൾ ആ റഫ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എന്തും എഴുതാം ആണല്ലോ. അപ്പോൾ അതേപോലെയാണ് ജനറൽ പർപ്പസും സ്പെഷ്യൽ പർപ്പസും. അപ്പോൾ ഈ പ്രോഗ്രാം കൗണ്ടർ അല്ലെങ്കിൽ PC എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റർ. ഓക്കെ, സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹോൾഡ് ചെയ്യുന്നത് അഡ്രസ്സാണ്. എന്തിൻ്റെ അഡ്രസ്സ്? ദ പ്രോഗ്രാം കൗണ്ടർ ഹോൾഡ്സ് ദ അഡ്രസ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ വിച്ച് ഈസ് ടു ബി എക്സിക്യൂട്ടഡ് നെക്സ്റ്റ് ഏത് ഇൻസ്ട്രക്ഷനാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സാണ് പ്രോഗ്രാം കൗണ്ടർ ഹോൾഡ് ചെയ്യുക. ഓക്കെ, ദെൻ അപ്പോൾ എന്താണ്, സെറ്റ് ഓഫ് സം ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് അലോങ് വിത്ത് PC. Then here we have some special purpose CPU status registers. Specially CPU-ന്റെ സ്റ്റാറ്റസ് ഹോൾഡ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ് ഉണ്ട് for storing the current state of the CPU and the program under execution. CPU-ൻ്റെ സ്റ്റേറ്റ് എന്താണ്, ഇപ്പോൾ CPU ഏത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ CPU ഐഡിലാണോ, CPU വെയിറ്റിംഗ് സ്റ്റേജിലാണോ, എന്താണ് CPU-ൻ്റെ കറൻറ്റ് സ്റ്റേറ്റ് ആണ് കറൻറ്റ് സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സ്. CPU സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സ് എന്തിന് യൂസ് ചെയ്യുന്നു? CPU-ൻ്റെ കറൻറ്റ് സ്റ്റാറ്റസ് അറിയാനും അതേപോലെ തന്നെ ഏതാണോ ഇപ്പോൾ എക്സിക്യൂഷനിൽ ഉള്ള പ്രോഗ്രാം ആ പ്രോഗ്രാമിൻ്റെ സ്റ്റാറ്റസ് അറിയാനും. Then we have one ALU. There is one ALU, arithmetic and logical unit, for performing the arithmetic and logical operations. Then one local cache memory. ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ മെയിൻ മെമ്മറി, സെക്കൻഡറി മെമ്മറി, ക്യാഷ് മെമ്മറി എന്നിങ്ങനെയായിട്ടാണ് ഡിവൈഡ് ചെയ്യുക. അതിപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി മെമ്മറി ഉണ്ടായിരിക്കും. ഈ പ്രൈമറി മെമ്മറീനെയാണ് നമ്മൾ നോർമലി മെയിൻ മെമ്മറി എന്ന് പറയുക. ഇത് നമ്മളുടെ കമ്പ്യൂട്ടറിനകത്തുള്ള റാം, റോം എന്നുള്ളതാണ് ഈ പ്രൈമറി മെമ്മറി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറയുന്നത് നമ്മൾ അഡീഷണലി യൂസ് ചെയ്യുന്ന നമ്മളുടെ ഹാർഡ് ഡിസ്ക്, കോമ്പാക്ട് ഡിസ്ക്, അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലാഷ് ഡ്രൈവുകൾ, ഇങ്ങനെ അങ്ങനത്തെ ഇത് പെൻ ഡ്രൈവ്, ഇങ്ങനെയുള്ളതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറയാം. ഇതിൽ CPU-ന് ഡയറക്റ്റ് ആക്സസ് ഉള്ളത് മെയിൻ മെമ്മറിയിലേക്ക് മാത്രമാണ്. പക്ഷേ മെയിൻ മെമ്മറിയിൽ റാമും റോമും ഉണ്ട്. ഓക്കെ, റാൻഡം ആക്സസ് മെമ്മറി ഉണ്ട്, റീഡ് ഓൺലി മെമ്മറി ഉണ്ട്. ഈ റാൻഡം ആക്സസ് മെമ്മറിയിലാണ് ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വേർഡിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി പോകുന്നത് ആ റാമിനകത്തോട്ടാണ്. അതാണ് റാൻഡം ആക്സസ് മെമ്മറി.
റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിനകത്തേക്ക് കുറച്ച് കാര്യങ്ങൾ, അതായത് കമ്പ്യൂട്ടറിൻ്റെ വർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള കുറേ കാര്യങ്ങൾ, അതായത് കമ്പ്യൂട്ടർ ഓൺ ആയി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ലോഡ് ചെയ്യുന്ന ബൂട്ട് സ്ട്രാപ്പ് ലോഡിംഗ് പ്രോഗ്രാം, ദെൻ അതുപോലെ തന്നെ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റംസ് ചെക്ക് ചെയ്യുന്ന ബയോസ്, പവർ ഓൺ സെൽഫ് ടെസ്റ്റ് ചെയ്യുന്ന പോസ്റ്റ്, ഇങ്ങനെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്പ്യൂട്ടർ ഓണായി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് റോമിനകത്ത് ഉണ്ടാവുക. അത് റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി പറയുക റൈറ്റ് വൺസ് റീഡ് മെനി എന്നാണ്. അതായത് ഒരൊറ്റ തവണ എഴുതുക, പിന്നെ വായിച്ചുകൊണ്ടേ ഇരിക്കുക. ടെക്സ്റ്റ് ബുക്ക് പോലെയാണ്. മനസ്സിലായോ? അതിൽ ഓൾറെഡി എന്താണ് കണ്ടൻറ്റ് എന്നുള്ളത് ഇറ്റ് ഈസ് ഓൾറെഡി ബിൽറ്റ് ഇൻ ആണ്. പിന്നെ നമുക്ക് അതിൽ നിന്നുള്ളത് റീഡ് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ യൂസർ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന ടൈപ്പ് ചെയ്യുമ്പോഴായാലും പ്രോഗ്രാം ചെയ്യുമ്പോഴായാലും യൂസർ കൊടുക്കുന്ന ഡേറ്റ മുഴുവൻ പോവുക റാമിനകത്തോട്ടാണ്. ഈ റാമിനകത്തോട്ട് പോകുമ്പോൾ റാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാം ഇസ് എ വൊളാറ്റൈൽ മെമ്മറിയാണ്. വൊളാറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദ പവർ ഇസ് സ്വിച്ച്ഡ് ഓഫ് ഇറ്റ്സ് കണ്ടൻറ്റ്സ് ഗെറ്റ് ഇറേസ്ഡ്. Okay, when the power is switched off, power of the computer is switched off, its contents get erased. അതിനെയാണ് നമ്മൾ വൊളാറ്റൈൽ മെമ്മറി എന്ന് പറയുക. അപ്പോൾ ഈ പ്രൈമറി മെമ്മറി മാത്രമായി കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് ഒന്നും സേവ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഓഫ് ചെയ്യണം, അതല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ കറണ്ട് പോവാം, അങ്ങനെയുള്ള എല്ലാ സംഗതികളും ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെക്കൻഡറി സ്റ്റോറേജ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ സെക്കൻഡറി സ്റ്റോറേജിൽ നമ്മൾ എന്ത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാലും അതിനെ കമ്പ്യൂട്ടറിന് CPU-ന് ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതിനെ നമ്മൾ നേരിട്ട് റാമിലേക്ക് കൊണ്ടുവരും. റാമിൽ നിന്നാണ് CPU ആക്സസ് ചെയ്യുക. അപ്പോൾ നമ്മൾ സേവ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. ഈ സേവ് ചെയ്യുന്ന പ്രോസസ്സാണ് റൈറ്റിംഗ് സംതിങ് ഇൻ ടു സെക്കൻഡറി മെമ്മറി. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ സെക്കൻഡറി ഡ്രൈവിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്ന സാധനം പ്രൈമറിയിലേക്ക് കോപ്പി ആവും. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം. ദെൻ അത് കഴിഞ്ഞ് വീണ്ടും അത് അങ്ങോട്ട് തന്നെ സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, ദെൻ ഇതല്ലാതെ കമ്പ്യൂട്ടറിനെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്യാഷ് മെമ്മറി യൂസ് ചെയ്യുന്നു. ക്ലിയർ ആയോ? അപ്പോൾ ഈ ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ടെക്സ്റ്റും ഉണ്ട്, ഒരു നോട്ടും ഉണ്ട്. ആ ടെക്സ്റ്റിലും നോട്ടിലും അല്ലാതെ ഇപ്പോൾ നിങ്ങൾക്ക് ഓർത്തെടുക്കേണ്ട സംഗതികൾ അങ്ങനെയുള്ളത് എന്തായെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു പോക്കറ്റ് ഡയറി പോലെ നമ്മളുടെ കയ്യിൽ വെക്കും. പെട്ടെന്ന് ബ്രീഫ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഓർത്തെടുക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ, അങ്ങനെ ഫ്രീക്വൻ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പോക്കറ്റ് ഡയറി പോലെ കീപ്പ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ക്യാഷ് മെമ്മറി എന്ന് പറയുക. അപ്പോൾ അതായത് മെയിൻ മെമ്മറിയിൽ നിന്ന് ആക്സസ് ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് ഇപ്പം നമ്മൾ ബാഗിൽ വെക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുക്കുന്നതിനേക്കാൾ നമുക്ക് എളുപ്പമാണ് നമ്മളുടെ പോക്കറ്റിനകത്തുള്ള ഒരു സംഭവം എടുക്കാൻ, അല്ലേ? സ്പീഡ് കൂടിയവിടെ എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോക്കറ്റ് ഡയറിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുത്ത് നമുക്ക് പറയാൻ പറ്റും. സോ ഇറ്റ് ഈസ് വെരി ഫാസ്റ്റ്. മറ്റേതാണെങ്കിൽ ബാഗ് തുറന്ന് അല്ലെങ്കിൽ ഷെൽഫിനകത്താണെങ്കിൽ അവിടെ പോയി എടുത്ത് വരുന്നതിനേക്കാൾ നമ്മളുടെ കയ്യിലുള്ള സംഗതികളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ടെമ്പററി, അതായത് CPU-നോട് തൊട്ടടുത്തിരിക്കുന്ന ഒരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. ക്ലിയർ ആയോ? അത് CPU ഓപ്പറേഷൻസ് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി ആ CPU-ൻ്റെ നേച്ചർ അനുസരിച്ച് ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇനി ഓപ്പറേഷന് വന്ന് തോന്നുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ക്യാഷ് മെമ്മറിയിൽ ഹോൾഡ് ചെയ്യുക. അപ്പോൾ ഒരു ക്യാഷ് മെമ്മറി ഉണ്ടായിരിക്കും. ദെൻ ദിസ് ഇൻപുട്ട് ഔട്ട്പുട്ട് സബ്സിസ്റ്റം. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു യൂണി പ്രോസസ്സർ ആർക്കിടെക്ചറിനകത്ത് ഉണ്ടാവുക. എന്തൊക്കെ? മെയിൻ മെമ്മറി, CPU, ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് സബ്സിസ്റ്റം. ഈ ഇൻപുട്ട് CPU-നകത്ത് എന്തുണ്ട്? സെറ്റ് ഓഫ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്, സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഇൻക്ലൂഡ് CPU സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സ് ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ പ്രോഗ്രാം കൗണ്ടർ ഉണ്ടായിരിക്കും, ദെൻ ഒരു ALU ഉണ്ടായിരിക്കും, ഒരു ലോക്കൽ ക്യാഷ് മെമ്മറി ഉണ്ടായിരിക്കും. ദെൻ അതേപോലെ തന്നെ ഇതിനെ മുഴുവൻ ഈ CPU, മെയിൻ മെമ്മറിയും IO സബ്സിസ്റ്റംസും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സിങ്ക്രണസ് ബസ് ആർക്കിടെക്ചറും ഉണ്ടായിരിക്കും. ബസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്തിനാണ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് ബസ് യൂസ് ചെയ്യുന്നത്, അല്ലേ? അതേപോലെ ഇപ്പോൾ CPU-ൽ നിന്ന് മെമ്മറിയിൽ നിന്ന് CPU-ലേക്ക്, പിന്നെ അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് മെമ്മറിയിലേക്ക്, ഇങ്ങനെ അവിടെ മുഴുവൻ ട്രാൻസ്പോർട്ടേഷൻസ് നടക്കുകയാണ്. ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് മനുഷ്യരല്ല, ഡേറ്റയാണെന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? ഡിഫറെൻറ്റ് ഡേറ്റ ആർ ട്രാൻസ്പോർട്ടഡ്. അപ്പോൾ ഫോർ ദാറ്റ് ട്രാൻസ്പോർട്ടേഷൻ വി ആർ യൂസിങ് എ ബസ്.
I hope you all are clear with these topics. So in this we are discussing two uniprocessor architectures. Okay, so this two uniprocessor architecture nathu appo idana basic uniprocessor architecture. അതിനകത്ത് പറയുന്നത് എന്താണ്? CPU nathu registers, PC, ALU, local memory, then ഒരു synchronous bus architecture, then മെയിൻ മെമ്മറി ഉണ്ടായിരിക്കും, IO സബ്സിസ്റ്റം ഉണ്ടായിരിക്കും. അതായത് ഒരു ബേസിക് യൂണിപ്രൊസസ്സർ സിസ്റ്റത്തിൻ്റെ ആർക്കിടെക്ചർ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം ആണത്. ഇനി നമ്മൾ ഇതേപോലത്തെ രണ്ട് ആർക്കിടെക്ചർ ഡിസ്കസ് ചെയ്യാണ്. ഒന്ന് വാക്സ് 11/780, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് IBM 370 മോഡലുമാണ്. ഓക്കെ, ഇത് രണ്ടും യൂണിപ്രൊസസ്സർ സിസ്റ്റംസ് ആണ്. അപ്പോൾ ഈ യൂണിപ്രൊസസ്സർ സിസ്റ്റത്തിനകത്ത് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സൂപ്പർ മിനി കമ്പ്യൂട്ടർ. അതിൻ്റെ പേരാണ് വാക്സ് 11/780. ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് DEC ആണ്, ദാറ്റ് ഈസ് ഡിജിറ്റൽ എക്യുപ്മെൻറ്റ് കമ്പനി. ഓക്കെ, ഇതിനകത്ത് എന്തൊക്കെ തന്നെയാണുള്ളത്? CPU ഉണ്ട് അല്ലേ, മെയിൻ മെമ്മറി ഉണ്ട്, ദെൻ അതിനകത്ത് സിങ്ക്രണസ് ബാക്ക് പ്ലെയിൻ ഇൻ്റർ കണക്റ്റ് ഉണ്ട്, അതാണ് നമ്മളുടെ ബസ്. ദെൻ അതേപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് സബ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, CPUൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? ദർ ആർ 16 32-bit ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, R0 മുതൽ R15 വരെ, അതിങ്ങനെ നമ്പർ ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. ദെൻ 1 പ്രോഗ്രാം കൗണ്ടർ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു പ്രോഗ്രാം കൗണ്ടർ ഹോൾഡ്സ് ദി അഡ്രസ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ വിച്ച് ഈസ് ടു ബി എക്സിക്യൂട്ടഡ് നെക്സ്റ്റ്. ഇനി അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തുണ്ടായിരിക്കും? സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ദെൻ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ഉണ്ട്. 1 ഓപ്ഷണൽ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ആക്സിലറേറ്റർ, അതായത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്ലോട്ടിംഗ്, അത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ദെൻ അതുപോലെ തന്നെ എന്താണ്, ലോക്കൽ ക്യാഷ് മെമ്മറി ഉണ്ടായിരിക്കും വിത്ത് ആൻ ഓപ്ഷണൽ ഡയഗ്നോസ്റ്റിക് മെമ്മറി. ക്യാഷ് മെമ്മറിയുടെ അകത്ത് ഒരു ഓപ്ഷണൽ ഡയഗ്നോസ്റ്റിക് മെമ്മറിയും കൂടിയുള്ള ഒരു ക്യാഷ് മെമ്മറി ഉണ്ടായിരിക്കും. ദെൻ ദ CPU ക്യാൻ ബി ഇൻ്റർവീൻഡ് ബൈ ദ ഓപ്പറേറ്റർ ത്രൂ ദ കൺസോൾ കണക്റ്റഡ് ടു ദി ഫ്ലോപ്പി ഡിസ്ക്. അവിടെ ഒരു കൺസോൾ ഉണ്ടായിരിക്കും. ആ കൺസോൾ, അതായത് CPUവിനകത്ത് ഒരു ഫ്ലോപ്പി ഡിസ്ക്, അതായത് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് പോലെയുള്ളത് ഒരു ഫ്ലോപ്പി ഡിസ്ക്കാണ്. ഏർലിയർ നമ്മൾ ആ സമയത്തൊന്നും എന്തില്ല, CD ഇല്ല. പണ്ടത്തെ കമ്പ്യൂട്ടറുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഫ്ലോപ്പി ഡ്രൈവ് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളൊക്കെ ഫ്ലോപ്പി ഡിസ്ക് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ആൻസർ ഇല്ല എന്നായിരിക്കും. അങ്ങനെ ഉണ്ടായിരുന്നു ഏർലിയർ സിസ്റ്റത്തിൽ. ഫ്ലോപ്പി ഒരു എന്താ പറയുക, സ്ക്വയർ ആയിട്ടുള്ള ഒരു 1.44 MB ഡേറ്റ മാത്രം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു ഫ്ലോപ്പി ഡിസ്ക്. അത് ക്യാരി ചെയ്ത് പോവാം നമുക്ക്. ഓക്കെ, അപ്പോൾ പിന്നെയാണ് CD വന്നത്. CD വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ വന്നതാണ് ഈ ഇപ്പോൾ നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ള നിങ്ങളുടെ ഈ പെൻ ഡ്രൈവ്. ഓക്കെ, സോ ഇനി അതിനകത്ത് മെയിൻ മെമ്മറി ഉണ്ടായിരിക്കും. മെയിൻ മെമ്മറിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2⁻32 വേർഡ്സിനെ, അതായത് ഓരോ വേർഡ്സും എന്ന് പറയുന്നത് 32 ബിറ്റ്സ് ആണ്. 32 ബിറ്റ്സ് ഉള്ള 2⁻32 അത്രയും കപ്പാസിറ്റി, അത്രയും വേർഡ്സ് സ്റ്റോർ ചെയ്യാവുന്ന, ഓരോ വേർഡ്സും 32 ബിറ്റ്സ്, അങ്ങനത്തെ 32 ബിറ്റ്സ് ഉള്ള 2⁻32 വേർഡ്സ് സ്റ്റോർ ചെയ്യാവുന്നതാണ് മെയിൻ മെമ്മറിയുടെ കപ്പാസിറ്റി. ആൻഡ് ദി IO സബ് സിസ്റ്റം. ഓക്കെ, ഈ CPU ആയാലും മെയിൻ മെമ്മറി ആയാലും IO സബ് സിസ്റ്റം ആയാലും കണക്റ്റഡ് ടു എ synchronous backplane interconnect or SBI. അതാണ് നമ്മളുടെ ബസ്. ഓക്കെ, ത്രൂ ദിസ് ബസ് ഓൾ IO devices can communicate with each other and with the CPU or with the memory. ഓക്കെ, ഇനി ഈ IO ഡിവൈസസ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ട്. ഇപ്പോൾ കീബോർഡ് ഉണ്ടായിരിക്കാം, മൗസ് ഉണ്ടായിരിക്കാം, മോണിറ്റർ ഉണ്ടായിരിക്കാം, അങ്ങനെ പ്രിൻ്റർ ഉണ്ടാവും, ഡിഫറെൻറ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ടായിരിക്കും അല്ലേ. ഈ ഡിഫറെൻറ്റ് ഔട്ട്പുട്ട് ഡിവൈസസ് എങ്ങനെയാണ് അവരവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഓക്കെ, അത് IO devices can be connected directly to the SBI through a unibus and its controller or a mass bus and its controller.
ഇത് രണ്ട് അഡാപ്റ്ററോട് യൂണിബസ്സും ഉണ്ട് മാസ് ബസ്സും ഉണ്ട്. അപ്പോൾ യൂണിബസ്സും അതിൻ്റെ കൺട്രോളർ, അതാണ് യൂണിബസ് അഡാപ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് ഈ മാസ് ബസ് ആൻഡ് ഇറ്റ്സ് അഡാപ്റ്റർ. ഇതാണ് സൂപ്പർ മിനി വാക്സ് 11/780 മൈക്രോ യൂണി പ്രൊസസ്സർ സിസ്റ്റത്തിൻ്റെ ആർക്കിടെക്ചർ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ദ CPU contains the master controller of the VAX system. There are 16 32-bit general purpose registers, one of which is a program counter. There is also special CPU status register containing about the current state of the processor being executed. The CPU contains an ALU with an optional floating point accelerator and some local cache memory with an optional diagnostic memory. The CPU can be intervened by the operator through the console connected to the floppy disk. Then അതുപോലെ തന്നെ മെമ്മറിയുടെ കപ്പാസിറ്റിയും IO ഡിവൈസസിൻ്റെ കപ്പാസിറ്റിയും ഞാൻ ഇനി വെറുതെ വായിച്ചിട്ട് കാര്യമില്ല, ഇത് തന്നെയാണ് ഞാൻ ആ ഡയഗ്രാം വെച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് മെയിൻ ഫ്രെയിം IBM 370 bar മോഡൽ 168 യൂണി പ്രൊസസ്സർ കമ്പ്യൂട്ടർ. ഓക്കെ, ഇതിനകത്ത് CPU സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഓക്കെ, the CPU ഇതിനകത്ത് എന്തുണ്ടായിരിക്കും? The CPU contains the instruction decoding and execution unit as well as a cache. ഓക്കെ, ഒരു ക്യാഷ് മെമ്മറി ഉണ്ടായിരിക്കും. ദെൻ അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യുന്നതും ഇൻസ്ട്രക്ഷൻ ഡീകോഡിങ് ആൻഡ് എക്സിക്യൂഷൻ യൂണിറ്റ്സ്. മെയിൻ മെമ്മറി ഈസ് ഡിവൈഡഡ് ഇൻറ്റു 4 ലോജിക്കൽ സ്റ്റോറേജ് യൂണിറ്റ്സ് LSU. ഇതാണ് ആ ഡയഗ്രത്തിൽ കാണുന്നത്. LSU0, LSU1, LSU2 and LSU3. Okay, they are 4-way interleaved. The storage controller provides the multi-port connection between the CPU and the 4 LSUs. Storage controller ഉണ്ട്. ആ സ്റ്റോറേജ് കൺട്രോളർ ആണ് ഡിഫറെൻറ്റ് മൾട്ടിപോർട്ട് കണക്ഷൻസ് അവൈൽ ചെയ്യുന്നത്. ഏതൊക്കെ തമ്മിൽ? ബിറ്റ്വീൻ ദ CPU ആൻഡ് 4 LSUs. Then the peripherals means the input output units. Okay, input output devices. The peripherals are connected to the system via high speed IO channels which operate asynchronously with the CPU. Okay, so these are the explanation. The CPU contains the instruction decoding and execution units as well as a cache. The main memory is divided into 4 units referred to as logical storage units LSU that are 4-way interleaved. The storage controller provides multi-port connections between the CPU and the 4 LSUs. Peripherals are connected to the system via high-speed IO channels which operate asynchronously with the CPU. Okay, let us stop for today.